Welcome to Electrochemistry, Section 2, Conductance. ഈ ടോപ്പിക്കിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. Question number 34. Define molar conductivity or molar conductance. എന്താണ് മോളാർ കണ്ടക്റ്റൻസ് അല്ലെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി? ആൻസർ നോക്കാം. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ അറ്റ് എ ഗിവൻ കോൺസെൻട്രേഷൻ ഈസ് ദ കണ്ടക്റ്റൻസ് ഓഫ് 1 mole ഓഫ് ദ ഇലക്ട്രോലൈറ്റ് kept between 2 platinum electrodes with the cross-sectional area A and separated by a distance of unit length. എന്താണ് മോളാർ കണ്ടക്റ്റൻസ്? 1 മോൾ ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്റ്റൻസ്. 1 മോൾ ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്റ്റൻസ്. 1 മോൾ ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് മോളാർ കണ്ടക്റ്റൻസ്. ഈ ഇലക്ട്രോലൈറ്റ് എവിടെയാണ് വെച്ചിരിക്കുന്നത്? 2 പ്ലാറ്റിനം ഇലക്ട്രോഡുകളുടെ ഇടയിലാണ് വെച്ചിരിക്കുന്നത്. ഈ ഇലക്ട്രോഡുകളുടെ ഏരിയ എ ആണ്, ക്രോസ് സെക്ഷണൽ ഏരിയ എ ആണ്. ഈ ഇലക്ട്രോഡുകൾ തമ്മിലുള്ള അകലം യൂണിറ്റിയാണ്, യൂണിറ്റ് ലെങ്താണ്. 1 സെൻറ്റിമീറ്റർ ആവാം, അല്ലെങ്കിൽ 1 മീറ്റർ ആവാം. യൂണിറ്റ് ലെങ്താണ്. അപ്പോൾ യൂണിറ്റ് ലെങ്ത് അകലത്തിൽ വെച്ചിരിക്കുന്ന ഏരിയ എ ഉള്ള 2 പ്ലാറ്റിനം ഇലക്ട്രോഡുകളുടെ ഇടയിൽ വെച്ചിരിക്കുന്ന 1 മോൾ ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് മോളാർ കണ്ടക്റ്റൻസ്. ഡെഫിനിഷൻ ഇതുപോലെ എഴുതി പഠിക്കണം. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ at a given concentration is the conductance of 1 mole of the electrolyte kept between 2 platinum electrodes with the cross-sectional area A and separated by a distance of unit length. മോളാർ കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്റ്റൻസും ഒരേ അർത്ഥമാണ്. കണ്ടക്റ്റൻസും കണ്ടക്ടിവിറ്റിയും വ്യത്യാസമുണ്ട്. കണ്ടക്റ്റൻസും കണ്ടക്ടിവിറ്റിയും വ്യത്യാസമുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ മോളാർ കണ്ടക്റ്റൻസും മോളാർ കണ്ടക്ടിവിറ്റിയും സെയിമാണ്. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 35. ഗീവ് ദ ഇക്വേഷൻ ഫോർ മോളാർ കണ്ടക്റ്റൻസ്. മോളാർ കണ്ടക്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ നോക്കൂ. ലാംഡ എം, ലാംഡ ക്യാപിറ്റൽ ലെറ്റർ ആണ്, ലാംഡ എം സമം കെ ഇൻറ്റു എൽ ബൈ എ, കെ ഇൻറ്റു എൽ ബൈ എ, കെ ഇൻറ്റു എൽ ബൈ എ. ലാംഡ എം എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്റ്റൻസ് അല്ലെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി. കെ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെങ്ത് ആണ്. എ എന്ന് പറഞ്ഞാൽ ഏരിയ. ഓക്കെ, ഇക്വേഷൻ പഠിക്കണം. ലാംഡ എം, കെ, എൽ, എ എന്നതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നോട്ട് എഴുതണം. ഓക്കെ, ലാംഡ എം എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്റ്റൻസ്, കെ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി, എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത്, എ എന്ന് പറഞ്ഞാൽ ഏരിയ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, ഒരു നോട്ട്. എൽ ബൈ എ എന്നുള്ളതിനെ സെൽ കോൺസ്റ്റൻറ്റ് എന്ന് വിളിക്കും. എൽ ബൈ എ എന്നുള്ളതിനെ സെൽ കോൺസ്റ്റൻറ്റ് എന്ന് വിളിക്കാറുണ്ട്. എൽ ബൈ എ ഈസ് നോൺ ആസ് സെൽ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അത് ഓർമ്മിച്ച് വയ്ക്കാം. മോളാർ കണ്ടക്റ്റൻസ് കാണാനുള്ള അടുത്ത ഇക്വേഷൻ മോളാർ കണ്ടക്റ്റൻസ് സമം കെ ഇൻറ്റു വി. ലാംഡ എം എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്റ്റൻസ്, കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ടക്ടിവിറ്റി, വി എന്ന് പറഞ്ഞാൽ വോള്യം
of solution containing 1 mole of the electrolyte. സൊല്യൂഷൻ്റെ വോള്യമാണ്, ആ വോള്യത്തിൽ 1 മോൾ ഇലക്ട്രോലൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ V ഈസ് ദ വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 മോൾ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. ഈ ഇക്വേഷൻ നമ്മൾ പഠിക്കണം. മറ്റൊരു ഇക്വേഷൻ ലാംഡ എം സമം ലാംഡ എം, കുറച്ച് വലുതാക്കി എഴുതാം, ലാംഡ എം സമം 1000K ബൈ എം. ഇങ്ങനെ ഒരു ഇക്വേഷൻ ലാംഡ എം സമം 1000K ബൈ എം. ലാംഡ എം സമം 1000K ബൈ എം. ലാംഡ എം മോളാർ കണ്ടക്റ്റൻസ് ആണ്. K എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി, എം എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ. ഇപ്പം 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചു. മോളാർ കണ്ടക്റ്റൻസിലെ 3 ഇക്വേഷൻ ഏതൊക്കെയാണ്? 3 ഇക്വേഷൻ. ആദ്യത്തെ ഇക്വേഷൻ ലാംഡ എം സമം K ഇൻറ്റു L ബൈ എ. രണ്ടാമത്തെ ഇക്വേഷൻ ലാംഡ എം സമം K ഇൻറ്റു വി. മൂന്നാമത്തെ ഇക്വേഷൻ ലാംഡ എം സമം 1000K ബൈ എം. ഈ 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 36. For both weak and strong electrolytes, conductivity decreases. Conductivity എന്ന് പറഞ്ഞാൽ K. Conductivity decreases with increase in dilution. ഡൈല്യൂഷൻ കൂടുക എന്ന് പറഞ്ഞാൽ വോള്യം കൂടുക. വോള്യം കൂടുക എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറയുക. ഇപ്പം ചോദ്യം പല രീതിയിലും മാറി വരാം. ഇൻക്രീസ് ഇൻ ഡൈല്യൂഷൻ എന്നുള്ളതിന് പകരം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻക്രീസ് ഇൻ വോള്യം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ എന്ന് ചോദിക്കാം. ഡൈല്യൂഷൻ കൂടുമ്പോൾ, അതായത് വോള്യം കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയുന്നു. കാരണം എന്ത്? ഇതാണ് ചോദ്യം. വോള്യം കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയുന്നു. വോള്യം കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയുന്നു. കാരണം എന്താണ്? നോക്കൂ, ദിസ് ഈസ് ഡ്യൂ ടു ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോള്യം. This is due to decrease in the number of ions per unit volume carrying the current in a solution. അയോണുകളാണ് കറണ്ട് ക്യാരി ചെയ്യുന്നത്. ഈ അയോണുകളുടെ എണ്ണത്തിൽ കുറവ് വരും. അപ്പോൾ യൂണിറ്റ് വോള്യത്തിലുള്ള അയോണുകളുടെ എണ്ണത്തിൽ കുറവ് വരും. ഡൈല്യൂഷൻ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയാൻ കാരണമെന്ത്? ഡൈല്യൂഷൻ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയാൻ കാരണം എന്താണ്? ഡൈല്യൂഷൻ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയാൻ കാരണം എന്താണ്? ദിസ് ഈസ് ഡ്യൂ ടു ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോള്യം. ദിസ് ഈസ് ഡ്യൂ ടു ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോള്യം. ഈ അയോണുകളാണ് കറണ്ടിനെ ക്യാരി ചെയ്യുന്നത്. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബ്രാക്കറ്റിൽ കൊടുക്കാം. ഓക്കെ, മെയിൻ പോയിൻ്റാണ് ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോള്യം ക്യാരിങ് ദ കറണ്ട് ഇൻ എ സൊല്യൂഷൻ. അയോണുകൾ സൊല്യൂഷനിലെ കറണ്ട് ക്യാരി ചെയ്യുന്നു. ആ അയോണുകളുടെ എണ്ണത്തിലുള്ള കുറവ് അല്ലേ? ഇപ്പോൾ യൂണിറ്റ് വോള്യത്തിലുള്ള അയോണുകളുടെ എണ്ണം കുറയുന്നു. അതുകൊണ്ടാണ് ഡൈല്യൂഷൻ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയുന്നത്. ഡൈല്യൂഷൻ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയും. ഡൈല്യൂഷൻ കൂടുക എന്നുള്ളതിന് പകരം ഏത് വാക്ക് ഉപയോഗിക്കാം? വോള്യം കൂടുക, ഇൻക്രീസ് ഇൻ വോള്യം, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറയുന്നു, ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. വോള്യം കൂടുമ്പോൾ കോൺസെൻട്രേഷൻ കുറയും. 1 ലിറ്റർ വെള്ളത്തിൽ 100 ഗ്രാം പഞ്ചസാര ഉണ്ട് എന്ന് കരുതുക. വെള്ളത്തിൻ്റെ അളവ് കൂട്ടി 10 ലിറ്റർ ആക്കി. 10 ലിറ്റർ വെള്ളത്തിൽ 100 ഗ്രാം പഞ്ചസാര എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ വോള്യം കൂടുമ്പോൾ കോൺസെൻട്രേഷൻ കുറയും. ഓക്കെ, ഈ ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വോള്യം കൂടുമ്പോൾ K കുറയും.
അത് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. വോള്യം കൂടുമ്പോൾ കണ്ടോ, വോള്യം കൂടുമ്പോൾ കെ കുറയും. വോള്യം കൂടുമ്പോൾ കെ കുറയും. കണ്ടോ, വി കൂടിയാൽ കെ കുറയും, കെ കൂടിയാൽ വിയും കുറയും. ശരി, അപ്പോൾ ഈ ചോദ്യം പ്രധാനപ്പെട്ടതാണ്, നോക്കണം. ഡൈല്യൂഷൻ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയുന്നു. കാരണം എന്താണ്? ദിസ് ഈസ് ഡ്യൂ ടു ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോള്യം. ഇനി ചോദ്യം മാറി. ഫോർ ബോത്ത് വീക്ക് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്, വീക്ക് ഇലക്ട്രോലൈറ്റ് ആയാലും സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയാലും, മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡൈല്യൂഷൻ. ഡൈല്യൂഷൻ കൂടിയാൽ മോളാർ കണ്ടക്ടിവിറ്റി കൂടും, അല്ലെങ്കിൽ മോളാർ കണ്ടക്ടൻസ്, എങ്ങനെ വേണമെങ്കിലും വായിക്കാം. വളരെ എളുപ്പമാണ്. ഡൈല്യൂഷൻ കൂടിയാൽ വോള്യം കൂടും. നമുക്കറിയാം, ഡൈല്യൂഷൻ കൂടിയാൽ വോള്യം കൂടും, വോള്യം കൂടിയാൽ ലാംഡായം കൂടും. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. വോള്യം കൂടിയാൽ ലാംഡായം കൂടും. ഇപ്പം ഡൈല്യൂഷൻ കൂടിയാൽ വോള്യം കൂടും, വോള്യം കൂടിയാൽ ലാംഡായം മോളാർ കണ്ടക്ടൻസ് കൂടും. അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയാലും വീക്ക് ഇലക്ട്രോലൈറ്റ് ആയാലും. ഇനി ക്വസ്റ്റ്യൻ എങ്ങനെ മാറി വരാം? ഡൈല്യൂഷൻ കൂടുക എന്ന് പറഞ്ഞാൽ വോള്യം കൂടുക എന്നാണ് അർത്ഥം. ഇപ്പം ഇൻക്രീസ് ഇൻ ഡൈല്യൂഷൻ എന്നുള്ളതിന് പകരം ഇൻക്രീസ് ഇൻ വോള്യം എന്ന് ചോദിക്കാം. വോള്യം കൂടിയാൽ കോൺസെൻട്രേഷൻ കുറയും. അപ്പം ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ, ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഇൻക്രീസ് ഇൻ ഡൈല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ വോള്യമാണ്, എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷനാണ്. 3 രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഉത്തരം ഇവിടെ എഴുതിയിട്ടുണ്ട്. വിത്ത് ഡൈല്യൂഷൻ, അല്ലേ, വിത്ത് ഇൻക്രീസ് ഇൻ ഡൈല്യൂഷൻ, ഒരു ഇൻക്രീസ് എന്ന് എഴുതാം. വിത്ത് ഇൻക്രീസ് ഇൻ ഡൈല്യൂഷൻ, വിത്ത് ഇൻക്രീസ് ഇൻ ഡൈല്യൂഷൻ വോള്യം ഇൻക്രീസസ്, ഹെൻസ് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. അത് കാരണം മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? കൂടും. മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. ഇപ്പം 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വോള്യം കൂടിയാൽ കെ കുറയും, 36ാമത്തെ ചോദ്യം. വോള്യം കൂടിയാൽ ലാംഡായം കൂടും, 37ാമത്തെ ചോദ്യം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. വോള്യം കൂടിയാൽ കെ കുറയും, വോള്യം കൂടിയാൽ ലാംഡായം കൂടും, വോള്യം കൂടിയാൽ കെ കുറയും, വോള്യം കൂടിയാൽ ലാംഡായം കൂടും. ഓക്കെ, നേരത്തെ പറഞ്ഞ പോയിന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇൻക്രീസ് ഇൻ ഡൈല്യൂഷൻ മീൻസ് ഇൻക്രീസ് ഇൻ വോള്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ഈസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? എന്താണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? ആൻസർ നോക്കാം. മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. അത് എഴുതുന്നത് ഇങ്ങനെയാണ്. ലാംഡ താഴെ ഒരു എം സബ്സ്ക്രിപ്റ്റ് ആയിട്ട്, മേലെ ഒരു ആൽഫ, ലാംഡ എം ഇൻഫിനിറ്റി. അപ്പോൾ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഓർ മോളാർ കണ്ടക്ടൻസ് അറ്റ് 0 കോൺസെൻട്രേഷൻ. എങ്ങനെ എഴുതാം? ലാംഡ എം 0 എന്നെഴുതാം. ഇതിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പോൾ ഇൻഫിനിറ്റ് ഡൈല്യൂഷനിലെ മോളാർ കണ്ടക്ടൻസ്, ഡൈല്യൂഷൻ ഇൻഫിനിറ്റ് ആണെങ്കിൽ കോൺസെൻട്രേഷൻ 0. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? മോളാർ കണ്ടക്ടൻസ് അറ്റ് 0 കോൺസെൻട്രേഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ബുക്കുകളിൽ ലാംഡ എം 0 എന്ന് കാണിക്കും, അല്ലെങ്കിൽ ലാംഡ എം ഇൻഫിനിറ്റി എന്ന് കാണിക്കും. ഇതാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ അല്ലെങ്കിൽ മോളാർ കണ്ടക്ടൻസ് അറ്റ് 0 കോൺസെൻട്രേഷൻ ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അടുത്തതൊരു ഗ്രാഫാണ്. പ്ലോട്ട് എ ഗ്രാഫ് ബിറ്റ്വീൻ ലാംഡ എം ആൻഡ് കോൺസെൻട്രേഷൻ, ലാംഡ എം ആൻഡ് കോൺസെൻട്രേഷൻ ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രാഫാണ്. ആരൊക്കെ തമ്മിലാണ് ഗ്രാഫ്? മോളാർ കണ്ടക്ടൻസും കോൺസെൻട്രേഷനും, മോളാർ കണ്ടക്ടൻസും കോൺസെൻട്രേഷനും. നോക്കാം.
വൈ ആക്സിസിൽ മോളാർ കണ്ടക്റ്റൻസ് എടുത്തു, എക്സ് ആക്സിസിൽ കോൺസെൻട്രേഷൻ്റെ റൂട്ടാണ് എടുക്കുന്നത്. C⁻1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് സി ആണ്, കോൺസെൻട്രേഷൻ്റെ റൂട്ടാണ്. ഗ്രാഫിൻ്റെ സ്റ്റൈൽ നോക്കൂ, സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയത്, സ്ട്രെയിറ്റ് ലൈനാണ്. ഇപ്പം ലാംഡ എമ്മും റൂട്ട് സിയും തമ്മിലുള്ള ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനാണ്. ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഗ്രാഫാണ്. ഈ ഗ്രാഫിൽ നിന്നും മനസ്സിലായ കാര്യം എന്താണ്? കോൺസെൻട്രേഷൻ കൂടുമ്പോൾ, വലത്ത് ഭാഗത്തേക്ക് പോകുമ്പോൾ കോൺസെൻട്രേഷൻ കൂടുകയാണ്. കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ലാംഡ എം കുറയുന്നു. ഉണ്ടോ? ഗ്രാഫ് താഴത്തേക്കാണ് വരുന്നത്. കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ലാംഡ എം കുറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ലാംഡ എം കുറയുന്നു. കറക്റ്റാണല്ലോ. കോൺസെൻട്രേഷൻ കുറയുമ്പോഴോ, കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ലാംഡ എം കൂടും. കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ ലാംഡ എം കൂടും. ഓക്കെ, കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ ലാംഡ എം കൂടും. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ കോൺസെൻട്രേഷൻ കൂടുകയാണ്. കോൺസെൻട്രേഷൻ കൂടിയാൽ ലാംഡ എം കുറയും. കോൺസെൻട്രേഷൻ കൂടിയാൽ ലാംഡ എം കുറയും. കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഒരു സ്കെയിൽ വെച്ച് ഗ്രാഫ് വൈ ആക്സിസിലേക്ക് ചേർക്കുക, എക്സ്ട്രാപൊളേറ്റ് ചെയ്യുക, ഇങ്ങനെ വലിച്ചു നീട്ടുക. ഗ്രാഫ് ഇങ്ങനെ വലിച്ചു നീട്ടി. ഈ പോയിൻ്റാണ് ലാംഡ എം സീറോ. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ ലാംഡ എം സീറോ, അതായത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ ലാംഡ എം സീറോ ഗ്രാഫിക്കലായിട്ട് കാണാം. എക്സാമിന് ചോദിക്കും, സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ ലാംഡ എം സീറോ എങ്ങനെ കാണാം? ഗ്രാഫിൽ നിന്ന് കാണാം. ബൈ എക്സ്ട്രാപൊളേറ്റിംഗ് ദ ഗ്രാഫ് ടു വൈ ആക്സിസ് വി ഗെറ്റ് ലാംഡ എം സീറോ. ഇപ്പോൾ ഒരു ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുക, സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഈ സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ എക്സ്ട്രാപൊളേറ്റ് ചെയ്താൽ വൈ ആക്സിസിൽ കിട്ടുന്നതാണ് ലാംഡ എം സീറോ. ഓക്കെ, അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ ഗ്രാഫ് ഇതാണ്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ ലാംഡ എം സീറോ എക്സ്പീരിമെൻ്റലായി കണ്ടുപിടിക്കാം, ഗ്രാഫിക്കലായി കണ്ടുപിടിക്കാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ ലാംഡ എം സീറോ ഗ്രാഫിക്കലായി കണ്ടുപിടിക്കാം. ആ രീതിയാണ് പറഞ്ഞത്. ഇപ്പോൾ ഗ്രാഫ് നോട്ട് ചെയ്യണം. ഇനി ഈ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടാൻ കാരണം എന്താണ്? താഴെ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. ആ ഇക്വേഷൻ്റെ പേരാണ് ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. ആ ഇക്വേഷൻ ഏത് രൂപത്തിലാണ്? y=mx+c എന്നുള്ള രൂപത്തിലാണ്. അതായത് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ്. നമ്മൾ ഈ വരച്ച ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടാൻ കാരണം ആ ഇക്വേഷൻ, ഏത് ഇക്വേഷൻ? ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ y=mx+c എന്നുള്ള രീതിയിലാണ്. കുറച്ചുകൂടെ താല്പര്യമുള്ള കുട്ടികൾ ഇത് നോക്കിയാൽ മതി. എക്സാമിൽ ചോദിക്കാൻ സാധ്യത കുറവാണ്. ദ ഫോളോയിങ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ വിച്ച് ഈസ് ഓഫ് ദി ഫോം y=mx+c. അതായത് ഇക്വേഷൻ ഫോർ സ്ട്രെയിറ്റ് ലൈൻ. ഇക്വേഷൻ നമുക്ക് നോക്കാം. ലാംഡ എം മോളാർ കണ്ടക്റ്റൻസ് ആണ്. ലാംഡ എം എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്റ്റൻസ് അറ്റ് എ ഗിവൻ കോൺസെൻട്രേഷൻ. ഇവിടെ വേണമെങ്കിൽ സി എന്ന് എഴുതാം. ലാംഡ എം ചില ബുക്കുകളിൽ ഇവിടെ സി എന്ന് എഴുതാറുണ്ട്. ഈ സീറോ എന്ന് എഴുതിയ പോലെ ഇവിടെ സി എന്ന് എഴുതാറുണ്ട്. മോളാർ കണ്ടക്റ്റൻസ് അറ്റ് എ ഗിവൻ കോൺസെൻട്രേഷൻ. ബി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺസെൻട്രേഷൻ. ലാംഡ എം സീറോ നമുക്കറിയാം ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പം ലാംഡ എം സമം b√c പ്ലസ് ലാംഡ എം സീറോ. b√c പ്ലസ് ലാംഡ എം സീറോ. നോക്കൂ, y സമം mx+c, y സമം mx+c എന്നുള്ള രൂപത്തിലാണ്. സി എന്ന് പറഞ്ഞാൽ ഇൻ്റർസെപ്റ്റ് അല്ലേ? ഇൻ്റർസെപ്റ്റ് എന്നുള്ള സ്ഥലത്ത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഉണ്ടോ? ലാംഡ എം സീറോ. സി എം എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. സ്ലോപ്പിൽ നിന്ന് ബി കിട്ടും അല്ലേ? mx, എക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് √c. അപ്പോൾ y എന്ന് പറയുന്ന സ്ഥലത്ത് ലാംഡ എം, എം എന്ന് പറയുന്ന സ്ഥലത്ത് ബി, എക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് √c, സി എന്ന് പറയുന്ന സ്ഥലത്ത് ലാംഡ എം സീറോ. അപ്പോൾ y=mx+c എന്നുള്ള രൂപത്തിലാണ് ഇക്വേഷൻ. അപ്പോൾ ലാംഡ എമ്മും √cയും വൈയും എക്സും തമ്മിൽ ഗ്രാഫ് വരച്ചു. അതുകൊണ്ടാണ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയത്. നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടാൻ കാരണം എന്താണ്? ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് ഈ ഗ്രാഫ് കിട്ടിയത്. ഈ രൂപത്തിലുള്ള ഗ്രാഫ് കിട്ടാൻ കാരണം ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷനാണ്. നിങ്ങൾ ഈ ഗ്രാഫിൻ്റെ സ്റ്റൈൽ മാത്രം പഠിച്ചാൽ മതി.
ഇക്വേഷൻ നിർബന്ധമില്ല, പഠിച്ചാൽ നല്ലതാണ്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഈ സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ y ആക്സിസിലേക്ക് ചേർക്കുമ്പോൾ എക്സ്ട്രാപൊളേറ്റ് ചെയ്യുമ്പോൾ λm0 കിട്ടി. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ λm0 ഗ്രാഫിക്കലായി കണ്ടുപിടിക്കാം. ഓക്കെ, താഴെ എഴുതിയിട്ടുണ്ട്. We can find λm0 of strong electrolytes by extrapolating the graph to y-axis. That is, അതായത് λm0 of strong electrolytes can be found out graphically. ഇപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഗ്രാഫിക്കലായി കണ്ടുപിടിക്കാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഗ്രാഫിക്കലായി കണ്ടുപിടിക്കാം. λmഉം √c തമ്മിൽ ഗ്രാഫ് വരച്ചു, സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഈ സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ y ആക്സിസിലേക്ക് എക്സ്ട്രാപൊളേറ്റ് ചെയ്യുന്നു. ഈ ഭാഗം പ്രധാനപ്പെട്ടതാണ്, നന്നായിട്ട് നോക്കണം. ഇനി വീക്ക് ഇലക്ട്രോലൈറ്റുകളുടെ ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കാം. പ്ലോട്ട് എ ഗ്രാഫ് ബിറ്റ്വീൻ λm molar conductance, λm and concentration of weak electrolytes. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഗ്രാഫ് നോക്കൂ, കർവാണ്, സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് അസറ്റിക് ആസിഡ്, അത് പിന്നീട് പറയാം. മോളാർ കണ്ടക്റ്റൻസും √c തമ്മിലാണ് ഗ്രാഫ്. ഇവിടെ y ആക്സിസിന് ഏകദേശം പാരലായിട്ടാണ് പോകുന്നത്. ഉണ്ടോ, ഗ്രാഫ് ഈ ഭാഗത്ത് പാരലായിട്ടാണ് പോകുന്നത്. ഇവിടെയും നമ്മുടെ റൂള് ശരിയാണ്. എന്താണ്? കോൺസെൻട്രേഷൻ കൂടുമ്പോൾ മോളാർ കണ്ടക്റ്റൻസ് കുറയുന്നു. കുറയുന്നുണ്ട്. ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം, കോൺസെൻട്രേഷൻ കൂടുമ്പോൾ മോളാർ കണ്ടക്റ്റൻസ് കുറഞ്ഞു വരുന്നു. നമുക്കറിയാം, കോൺസെൻട്രേഷൻ കൂടുമ്പോൾ മോളാർ കണ്ടക്റ്റൻസ് കുറഞ്ഞു വരുന്നു. കോൺസെൻട്രേഷൻ കുറഞ്ഞാലോ മോളാർ കണ്ടക്റ്റൻസ് കൂടും. നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റ് തന്നെയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഗ്രാഫിനെ y ആക്സിസിലേക്ക് എക്സ്ട്രാപൊളേറ്റ് ചെയ്യാൻ കഴിയില്ല, കാരണം പാരലായിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്കെയിൽ വെച്ച് ഈ ഗ്രാഫിനെ നമുക്ക് y ആക്സിസിലേക്ക് എക്സ്ട്രാപൊളേറ്റ് ചെയ്യാൻ കഴിയില്ല. അതായത് വീക്ക് ഇലക്ട്രോലൈറ്റുകളുടെ λm0 ഗ്രാഫിക്കലായി കണ്ടുപിടിക്കാൻ കഴിയില്ല. വീക്ക് ഇലക്ട്രോലൈറ്റുകളുടെ λm0 ഗ്രാഫിക്കലായിട്ട് അല്ലെങ്കിൽ എക്സ്പീരിമെൻ്റലായിട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല. അത് മറ്റൊരു ലോ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണും. കോൾഡ്രാഷസ് ലോ എന്നാണ് പേര്, കോൾഡ്രാഷസ് ലോ. അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റുകളുടെ λm0 എങ്ങനെ കണ്ടുപിടിക്കും? കോൾഡ്രാഷസ് ലോ ഉപയോഗിച്ചിട്ടാണ്. അത് പിന്നീട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഗ്രാഫ് മാത്രം നോക്കിയാലും മതി. ഓക്കെ, അപ്പോൾ λm0 ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് കനോട്ട് ബി ഫൗണ്ട് ഔട്ട് ഗ്രാഫിക്കലി. ഇറ്റ് ഈസ് ഫൗണ്ട് ഔട്ട് ബൈ യൂസിങ് കോൾഡ്രാഷസ് ലോ. സ്പെല്ലിംഗ് നന്നായിട്ട് നോക്കണം, കോൾഡ്രാഷസ് ലോ. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇനി ഒരു നോട്ട്, എന്താണ് ഇലക്ട്രോലൈറ്റ്സ്? നമുക്കറിയാം, ഇലക്ട്രോലൈറ്റ്സ് ആർ സബ്സ്റ്റാൻസസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഐദർ ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ സൊല്യൂഷൻ. ഉരുകിയ അവസ്ഥയിലോ ലായനിയിലോ വൈദ്യുതിയെ കടത്തിവിടുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റ്. രണ്ട് തരം ഇലക്ട്രോലൈറ്റുകളുണ്ട്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റും വീക്ക് ഇലക്ട്രോലൈറ്റും. എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആർ കംപ്ലീറ്റ്ലി അയോണൈസ്ഡ് ഇൻ അക്വസ് സൊല്യൂഷൻ. വെള്ളത്തിലിട്ടാൽ 100% അയോണുകളായി മാറുന്ന ഇലക്ട്രോലൈറ്റുകളാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾ. എക്സാമ്പിൾ ഒരു 4 പഠിച്ചു വയ്ക്കൂ. പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം അസറ്റേറ്റ്. ഇത് സോഡിയം അസറ്റേറ്റ് എന്നാണ് വായിക്കുക. സോഡിയം എത്തനോയേറ്റ് എന്നും വായിക്കാം, സോഡിയം എഥനോയേറ്റ് എന്നും വായിക്കാം. ഇത് അമോണിയം ക്ലോറൈഡ്. ഇതെല്ലാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളാണ്. വെള്ളത്തിലിട്ടാൽ ഭാഗികമായി മാത്രം അയണൈസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റുകളാണ് വീക്ക് ഇലക്ട്രോലൈറ്റുകൾ. Weak electrolytes are partially ionized in aqueous solution. Example acetic acid, മറ്റൊന്ന് അമോണിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, അപ്പോൾ മോളാർ കണ്ടക്റ്റൻസിനെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. മോളാർ കണ്ടക്റ്റൻസിൻ്റെ ഡെഫിനിഷൻ കണ്ടു. മോളാർ കണ്ടക്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കി. ഡൈല്യൂഷനും കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള ബന്ധം കണ്ടു. ഡൈല്യൂഷനും മോളാർ കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള ബന്ധം കണ്ടു. മോളാർ കണ്ടക്റ്റൻസും കോൺസെൻട്രേഷനും തമ്മിലുള്ള ഗ്രാഫ് പരിശോധിച്ചു. സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾക്കും വീക്ക് ഇലക്ട്രോലൈറ്റുകൾക്കും വേണ്ടിയിട്ടുള്ള ഗ്രാഫാണ് പരിശോധിച്ചത്. രണ്ട് ഗ്രാഫിലും വ്യത്യാസമുണ്ട്. ആ ഗ്രാഫ് രണ്ടും വരച്ച് പഠിക്കണം. എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് കണ്ടു. ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് എഴുതിയെടുക്കണം. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്.
ബൈ.